വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള ഒരു ഫ്രോക്കാണ്. അതിനായിട്ട് 2 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് യോക്കിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. 2 പീസ് ക്ലോത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാം. ഇതിൻ്റെ ലെന്തായിട്ട് എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. സീം അലവൻസും ചേർത്ത് 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 18 ഇഞ്ചുമാണ്. ഇങ്ങനെയുള്ള 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നു. വിഡ്ത്ത് വൈസ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഷോൾഡർ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 10 ഇയേഴ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. 6 ഇഞ്ച് ആം ഹോളും കൊടുക്കുന്നുണ്ട്. ആം ഹോളും മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. 7.5 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് സീം എലമെൻസും ആഡ് ചെയ്യുക. അതിനുശേഷം ആം ഹോള് വരച്ചെടുക്കുക. ആം ഹോള് വരച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും മാർക്ക് ചെയ്യുക. ഇനി യോക്കിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്ലോത്തിൻ്റെ എൻഡിലായിട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെയും 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. ഇനി ഈ 2 പോയിൻറ്റ്സും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചരിച്ചു വരയ്ക്കുക. ചരിച്ച് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഇവിടെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാം. ബാക്കിലേക്ക് നെക്ക് ലെന്തായിട്ട് മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ബോക്സ് വരച്ചെടുക്കുക. ഫ്രണ്ട് നെക്കിന് ലെന്തായിട്ട് എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. അതും മാർക്ക് ചെയ്യുക. ഫ്രണ്ടിലും ബാക്കിലും യു നെക്കാണ് വരയ്ക്കുന്നത്. ബോക്സ് വരച്ചതിന് ശേഷം യു വരച്ചെടുക്കുക. യു വരച്ചതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കിൻ്റെ അളവിൽ, അതായത് ബാക്ക് നെക്കിന് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. നേരത്തെ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. അത് ഒന്ന് ചരിച്ച് വരയ്ക്കുക. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിൻറ്റും നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റും ഒന്ന് ചരിച്ച് വരച്ചതിന് ശേഷം അതുകൂടെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ മാറ്റി വെക്കുക. ബാക്ക് പോർഷനിൽ ഒരു ഓപ്പൺ കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാം. നെക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അത്ര പോർഷൻസ് കട്ട് ചെയ്യുക.
ഇനി ഇതിലേക്ക് വേണ്ടി ഒരു ചെറിയ പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അതിലും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ബാക്ക് പോർഷൻ്റെ യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പീസ് ക്ലോത്ത് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഫോൾഡഡ് സൈഡിലേക്ക് നെക്ക് കറക്റ്റായിട്ട് വെക്കുക. നെക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നെക്കിൻ്റെ അതേ സെയിം അളവിൽ തന്നെ മാർക്ക് ചെയ്യുക. ഷോൾഡർ സ്ലോപ്പും സെയിം അളവിൽ തന്നെ മാർക്ക് ചെയ്യുക. ഇനി ഫ്രണ്ട് പോർഷൻ മാറ്റിയെടുത്തതിന് ശേഷം ഒരു 2.75 ഇഞ്ച് ഈ നെക്കിൻ്റെ വിഡ്ത്തിൽ മാർക്ക് ചെയ്ത ആ റൗണ്ട് ഷേപ്പിൽ ചുറ്റിലും ഈ 2.75 ഓപ്പൺ സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം വരച്ചെടുക്കുക. ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം മുകളിലത്തെ പോയിൻറ്റിലേക്ക് ചരിച്ചു വരയ്ക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ. ഇനി ആ പോയിൻറ്റിൽ ഒന്ന് കർവായിട്ട് വരയ്ക്കുക. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നമ്മളൊന്ന് കർവായിട്ട് വരച്ചെടുക്കുക. കർവായിട്ട് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ബാക്ക് പോർഷനിൽ പീറ്റർ പ്ലാൻ ചെയ്യുന്നില്ല, ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 പീസ്, 2 സൈഡിലേക്ക് വേണ്ടി 4 പീസ് ക്ലോത്ത് വേണം. ഇപ്പോൾ നമ്മൾ 2 പീസ് ക്ലോത്തേ കട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി ക്ലോത്തിലേക്കിട്ട് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. സെയിം അളവിൽ തന്നെ 2 പീസ് ക്ലോത്ത് കൂടി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഇങ്ങനെ 4 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്കായിട്ട് ഒരു ലേസും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ലേസും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. 23 ഇഞ്ച് നീളവും 40 ഇഞ്ച് വിഡ്ത്തുമുള്ള 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി എങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പീറ്റർ പാൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ക്ലോത്തിൻ്റെ നല്ല സൈഡിലേക്ക് ലേസ് ഇതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ലേസ് വെച്ചതിന് ശേഷം പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് മറ്റേ പീസ് കൂടെ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ സൈഡ് കൂടെ ചെയ്തെടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡും ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ടിലെ യോക്ക് പോർഷൻ എടുക്കുക. എന്നിട്ട് നെക്കിലേക്ക് ഈ പീസ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ചെയ്തെടുക്കാം. ബാക്ക് പോർഷൻ എടുക്കുക. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഇതിലേക്ക് ഹുക്കിന് വരെ ഞാനൊരു ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഒരു സൈഡിൽ ബട്ടറുമായിട്ടാണ് കൊടുക്കുന്നത്. ആ ഇലാസ്റ്റിക്കിൻ്റെ പീസ് ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ കട്ട്സ് കൊടുത്ത് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഉള്ളിലുള്ള പോർഷനും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ കാണുന്ന പോലെ തന്നെ. ബാക്ക് പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡും ചെയ്തെടുക്കുക. ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. നെക്കിനും സ്ലീവിനും വേണ്ടിയിട്ടാണിത്. ക്രോസ് പീസ് തന്നെ എടുക്കുക. ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജോയിൻ ചെയ്യുക. ഇതേപോലെ രണ്ട് പീസും വെച്ച് ജോയിൻ ചെയ്ത് എടുക്കുക. അങ്ങനെ ഫുൾ പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ ഹുക്കിന് വേണ്ടി ചെയ്ത ആ പോർഷന് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ടും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ രണ്ട് സൈഡും സ്ലീവും ചെയ്തെടുക്കുക.
സ്ലീവിൻ്റെ പോർഷനിലും ഇതേപോലെ ആ ക്രോസ് പീസ് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. കട്ട്സ് ഇട്ട് കൊടുത്ത് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് അറ്റാച്ച് ചെയ്യാം. സ്കേർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ യോക്ക് പോർഷൻ്റെയും സ്കേർട്ടിൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. അതെന്തിനെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ഞുറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് രണ്ട് സൈഡിലേക്കും ഒരേപോലെ തന്നെ ഞുറിവ് കിട്ടും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം സൈഡ്സ് രണ്ടും ജോയിൻ ചെയ്തെടുക്കുക. സൈഡ്സ് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒരു ചെറിയ ഫോൾഡും പിന്നെ ഒരു വലിയ ഫോൾഡും ചെയ്ത് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next video.